കൊൽക്കത്ത ആർജികർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് അറസ്റ്റിൽ. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് CBI അറസ്റ്റ് ചെയ്തത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, ഈ സമീപകാലത്തെങ്ങും ഒരാളെ ഇത്രയും സമയം CBI ചോദ്യം ചെയ്തിട്ടുണ്ടാവില്ല. ഡോക്ടർ ഘോഷിനെ എത്രയോ മണിക്കൂറുകൾ തുടർച്ചയായി CBI ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇപ്പോഴത്തെ അറസ്റ്റ് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ്? വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ 15 ദിവസത്തോളമാണ് സന്ദീപ് ഘോഷിനെ CBI തുടർച്ചയായി ചോദ്യം ചെയ്തത്. ഓരോ ദിവസവും 12-13 മണിക്കൂർ വരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സന്ദീപ് ഘോഷിനെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ആർജികർ മെഡിക്കൽ കോളേജിൽ നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ്. സന്ദീപ് ഘോഷിന്റെ മുൻ സഹപ്രവർത്തകർ തന്നെയാണ് ഈ വിഷയത്തിൽ കൽക്കട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ഹൈക്കോടതി ആ കേസ് കൂടി ഡോക്ടറുടെ കൊലപാതകം അന്വേഷിക്കുന്ന CBI സംഘത്തിന് കൈമാറുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CBI പിന്നീട് ചോദ്യം ചെയ്യൽ ഈ അഴിമതി കേസിൽ കൂടി നടത്തിയത്. അഴിമതിയുമായി ബന്ധപ്പെട്ട് നിരവധി റെയ്ഡുകളും സന്ദീപ് ഘോഷിനും ഒപ്പം തന്നെ മുൻ സഹപ്രവർത്തകരുടെ വീടുകളിലും ആശുപത്രിയിലെ ഓഫീസിലടക്കമുള്ള ഇടങ്ങളിൽ റെയ്ഡ് നടത്തുകയും അഴിമതി നടന്നതായുള്ള പ്രാഥമിക വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റെയ്ഡ് നടന്നത് എന്നാണ് CBI വൃത്തങ്ങൾ അറിയിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് സന്ദീപ് ഘോഷിനെ CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, സത്യസന്ധതയില്ലായ്മ, അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 7 എന്നിവയാണ് സന്ദീപ് ഘോഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാണ് CBIയിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതേസമയം ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ സന്ദീപ് ഘോഷിനെതിരെയുണ്ട്. ആ വിഷയങ്ങളിലുള്ള ചോദ്യം ചെയ്യലും മറ്റ് തെളിവെടുപ്പുകളും ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിൽ പ്രധാനമായും ഈ ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്നതിനിടെയാണ് ഡോക്ടർ സന്ദീപ് ഘോഷ് ഉൾപ്പെട്ട വലിയ അഴിമതിയുടെ വിവരങ്ങൾ കൂടി പുറത്തു വന്നത്. അതിലാണ് ഇപ്പോൾ അറസ്റ്റ്. ഡോക്ടറുടെ കൊലപാതകത്തിൽ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കേസുകളിൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.